ഷംന ഷാംന എന്തമ്മ നീ ഒന്ന് ഇങ്ങോട്ട് വന്നാ നമുക്ക് എന്നോട് കുറച്ച് വർത്താനം പറയാനുണ്ട്. ഞാനവിടെ ഓരോ പണിയിലേന് പാട്. നിങ്ങളെ കല്യാണം കഴിഞ്ഞിട്ടല്ല ശുക്കൂറിന്റെ കല്യാണം കഴിഞ്ഞേ? എന്നിട്ട് ഓന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഓനക്കിപ്പോൾ ഒരു കുട്ടിയായി അടുത്ത കഥ പള്ളിയിൽ പോയി. ആ കാക്ക് പറഞ്ഞേനു ഓന് ഓരോ പെണ്ണുങ്ങൾ പ്രസവിച്ചു അടുത്ത ഇപ്പൊ പള്ളിയിലാന്നൊക്കെ പറഞ്ഞേനു. അല്ല എന്താ പന്റെ പാട്? നിങ്ങൾക്ക് എന്താ കുട്ടികളെ വിചാരമൊന്നുമില്ലേ? നിങ്ങൾക്ക് കുട്ടികൾ വേണമെന്നുള്ള വിചാരമൊന്നുമില്ലേ? ഞങ്ങൾ കുറച്ചും കൂടി കഴിയട്ടെ. അപ്പൊ കുറച്ചല്ലായിട്ടുള്ളൂ സമയം. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്രയായി? 3 കൊല്ലമായി. 4ാമത്തെ കൊല്ലത്തേക്കാണ് കിടക്കണത്. എനിക്ക് കുറച്ച് നാണക്കേടൊക്കെ ഉണ്ട്. എൻ്റെ പ്രായത്തിൽ എനിക്ക് 3 എണ്ണം. എനിക്കിത് ഇങ്ങനെ വയ്യ. അനക്കെന്താ പ്രസവിച്ച എൻ്റെ സൗന്ദര്യം പോവല്ലോ അല്ലേ? ഓള് വലിയൊരു ഐശ്വര്യറായി വന്നിരിക്കണം ഇവിടെ. എന്നോട് നാട്ടുകാർ മുഴുവനും ചോദിക്കാൻ കളിക്കണേ, എൻ്റെ മരുമകൾ എന്താ പ്രസവിക്കാത്ത ഒക്കെ എന്താ വിശേഷല്ലേ. ഇത് കേട്ട് ഞാൻ മടുത്ത്. നാട്ടുകാരങ്ങനെ പലതും പറയില്ലമ്മ. അത് വിചാരിച്ചിട്ട് ഓർക്ക് വേണ്ടിയിട്ട് ഇപ്പം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഓരോ വായ മൂടിയിട്ടാൽ നമ്മളെ കൊണ്ട് പറ്റുമോ? നമ്മളല്ലേ അതൊക്കെ നോക്കണ്ടേ. ഇങ്ങനെ പോയാൽ ശരിയാവില്ല. എനിക്ക് പേരക്കുട്ടികൾ വേണം. എൻ്റെ കാലശേഷം എൻ്റെതൊക്കെ അനുഭവിക്കാനോ ഒക്കെ എനിക്ക് എൻ്റെ പേരക്കുട്ടികൾ വേണം. എനിക്ക് ഓരെ കണ്ടിട്ട് എനിക്ക് മരിക്കാൻ പറ്റുമെന്ന് എനിക്കൊരു ഭാഗ്യമാണല്ലോ വല്യമ്മാവാൻ. അതുമില്ല. അത് ഇന്നത്തെ ഒക്കെ കുഴപ്പമുണ്ടെന്ന് അറിയാൻ ഞാൻ കെട്ടണ്ടില്ല. ഇപ്പൊ തന്നെ കെട്ടിയ കൊണ്ട് ഞങ്ങൾ കണ്ടു കുട്ടി. എൻ്റെ മോനക്കൊരു കുട്ടിയും ഇല്ല, എനിക്കൊരു വല്യമ്മാവാനും പറ്റും. വല്ലാത്തൊരിടങ്ങേറെ പണിയുണ്ട്. നിങ്ങളെന്നാ കെട്ടുന്നതിന് മുമ്പ് ഇതൊക്കെ ആലോചിക്കണേനു. ഈ അവിടെ നിന്ന് ഇങ്ങനെ മോങ്ങാൻ നിൽക്കാതെ കുട്ടികളാവാനുള്ള വല്ലതൊക്കെ ചെയ്യാൻ നോക്കും. അല്ലെ ആശുപത്രിയും പോയിട്ട് എന്തെങ്കിലും ചികിത്സിക്കാൻ നോക്കും. അതൊന്നും ചെയ്യൂല ഓള്. അപ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് ഓരോ തിന്നു മുടിച്ചിരുന്നോളൂ എൻ്റെ മോൻ കൊണ്ടുവരുന്നൊക്കെ. കാക്കാക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലല്ലോ അമ്മ. പിന്നെ എന്തിനാ നിങ്ങളെ മാത്രം ഇങ്ങനെ പറയുന്നത്? നിങ്ങളല്ലേ ഞങ്ങൾക്ക് കൂട്ട് നിൽക്കേണ്ടത്. നിങ്ങൾ നാട്ടുകാർ പറയുന്നത് കേട്ട് നിൽക്കല. ഈ ഇനിപ്പാടെ ഒന്ന് കരഞ്ഞിട്ട് ഇങ്ങനെ ഞാൻ വരുമ്പോഴത്തേക്ക് ഞാൻ അത് പറഞ്ഞു ഇത് പറഞ്ഞത് പറയാൻ നിൽക്കണ്ട. നിങ്ങൾ എന്തെങ്കിലും അതിൻ്റെ കാട്ടിക്കൂട്. പ്രസവിക്കൂല്ല, നമുക്കൊരു പെണ്ണിമാവാനും പറ്റില്ല. എൻ്റെ മോൾക്കൊരു കുട്ടിനെ കൊടുക്കാൻ എന്നിട്ട് ഇവിടെ നിന്നിട്ട് ഇങ്ങനെ തിന്നു മുടിച്ചോളൂ. അമ്മ, എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താണ്? ഞാൻ സലാത്ത് ഒരെണ്ണം കണ്ടില്ലേ? ഈ അതിൻ്റെ ഇടയിൽ അങ്ങോട്ട് വർത്താനം പറയാൻ വരുന്നേ. നിങ്ങളുടെ വിചാരത്തിൽ ആർക്കാ ഇപ്പോൾ പ്രശ്നം? അനക്കെന്നെ പ്രശ്നമോ? എൻ്റെ പ്രശ്നം കൊണ്ട് തന്നെ കുട്ടികളില്ലാത്തത്. എന്നാലേ ഇത്രയും കാലം നിങ്ങൾ വിചാരിച്ചത് എനിക്കാ പ്രശ്നം എന്നല്ലേ? എന്നാൽ നിങ്ങൾ സത്യം പോലെ അങ്ങ് പറയാം. നിങ്ങളെ മോനിക്കാണ് പ്രശ്നം. നിങ്ങളെ മോനിക്കാണ് കുട്ടി ഉണ്ടാവാത്തത്. മനസ്സിലായില്ലേ? ഇനി എന്നോട് ഈ ചോദ്യം ചോദിച്ചിട്ട് വരാൻ നിൽക്കരുത്. കാക്കാരോട് ചോദിക്കാൻ നിൽക്കണ്ട. മനസ്സിലായില്ലേ? കുറെ കാലം ഞാൻ ക്ഷമിക്കുന്നു. കാക്കിനോട് അന്നേ പറയാൻ പറഞ്ഞതാ. ഞാനാ പറഞ്ഞ വേണ്ട ഉമ്മ ഇത്രയും കാലം നിൽക്കാന്നല്ല വിചാരിച്ചത്. അത് എനിക്കാന്ന് തന്നെ കരുതിക്കോട്ടെ എന്നിട്ട് ഞാൻ മിണ്ടാതിരുന്നു. ഇതെനിക്ക് പുരൽ ഒരു സ്വൈര്യം തരില്ല എന്ന് വെച്ചാൽ എന്താ ചെയ്യാ? ഇതൊന്നും നിനക്കറിയില്ലേന്നല്ലോ. നിങ്ങൾ ഇന്നത് ആദ്യം പറയണ്ടേന്നോ? ഞാൻ വെറുതെ എന്നെ കുറ്റപ്പെടുത്തി. എന്നോട് ക്ഷമിക്കണം, പൊറുക്കണട്ടോ. വെറുക്കാൻ പാടില്ലാത്ത അന്നോട് ചെയ്തത്. ഞങ്ങളെ മോൻ ഒരാൾ ആലോചിച്ചിട്ടാണ് ഞാൻ ഇത്രയും കാലം ഞാൻ മിണ്ടാം. ഇനി എനിക്ക് വയ്യ. ക്ഷമിക്കുന്നതിനും സഹിക്കുന്നതിനൊക്കെ ഉണ്ടല്ലോ ഒരതിരുണ്ട്. അത് കഴിഞ്ഞ ഏത് പെരുമക്കളും പറഞ്ഞു പോകും. നിങ്ങൾ പറയിപ്പിച്ച് പോകുന്ന ഞങ്ങളെ കൊണ്ടത് കേട്ടോ. നിങ്ങളൊക്കെ ഒരു വിചാരമുണ്ട്, ഒന്ന് പ്രസവിച്ച് കല്യാണം കഴിഞ്ഞ് പിറ്റത്തെ ദിവസം പ്രസവിച്ചിട്ടില്ലെങ്കിലേ എന്താ ഓക്ക് വിശേഷമാവൂല, ഓക്ക് പള്ളിയിൽ ഉണ്ടാവില്ല, ഓക്ക് കുട്ടികളുണ്ടാവില്ല, ഓക്ക് ആ പ്രശ്നം അങ്ങോട്ട് തീരുമാനിക്കല. നിങ്ങൾ
എന്നാലേ അതിന് മുമ്പേ ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പുണ്ടല്ലോ നിങ്ങളെ മക്കളോടൊക്കെ ഒന്ന് ചോദിക്കണേനോ എന്താണ് പ്രശ്നം. സാരെല്ലാം വളരെ ക്ഷമിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഇരുന്ന് അവിടെ സ്ഥലത്ത് ചൊല്ലിയോടെ ഇരുന്നോളൂ കേട്ടോ. അപ്പം നിങ്ങൾക്ക് കാരണം പിടിയിട്ടില്ലേ?